എല്ലാവർക്കും നമസ്കാരം. ക്രിമിനൽ നിയമ നടപടികൾ സംബന്ധിച്ച് ഞാൻ നടത്തിവരുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജാമ്യം എന്ന സംഗതിയെക്കുറിച്ചാണ്. നമുക്ക് ദൈനംദിനം ഒരുപാട് വാക്കുകൾ പത്രമാധ്യമങ്ങളിലും നാട്ടുകൂട്ട സംഭാഷണങ്ങളിലും കേൾക്കുന്നുണ്ട്. അറസ്റ്റ്, ജാമ്യം, റിമാൻഡ്, അങ്ങനെ ഒരുപാട് പദപ്രയോഗങ്ങൾ. അതിപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജാമ്യം എന്ന് കേട്ടാൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ, സാധാരണ കുറ്റവാളികളല്ല, സെലിബ്രിറ്റികളായിട്ടുള്ള പലരും ബഹുമാനിക്കുന്ന ആളുകൾ, സിനിമാ നടന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, വ്യാപാര പ്രമുഖരൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ള ചോദ്യം നിരന്തരം ഉയരുന്നുണ്ട്. കാരണം ഒരുപാട് കുറ്റാരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ജാമ്യം എന്ന് പറയുന്നത് ആളുകളുടെ മൊത്തം പരിഗണനാ വിഷയമാവുകയാണ്. ജാമ്യം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ, അയാളെ നിശ്ചിതമായ വ്യവസ്ഥകളുടെ ബലത്തിൽ തുറന്നുവിടുന്ന അല്ലെങ്കിൽ സ്വതന്ത്രരാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ ജാമ്യം ലഭിക്കാൻ അയാൾക്ക് എല്ലാവർക്കും അർഹതയില്ല. എല്ലാ കേസുകളിലും പ്രതികൾക്ക് ജാമ്യം ലഭിക്കണമെന്നില്ല. ബെയിലബിൾ ഒഫൻസ് ഉണ്ട്, നോൺ ബെയിലബിൾ ഒഫൻസുമുണ്ട്. ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടുള്ള ആളുകളാണ്. അവർക്ക് ജാമ്യം അവകാശമാണ്. ബെയിലബിൾ ഒഫൻസ് വളരെ സാധാരണ നിസ്സാരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടവർക്കാണ് ജാമ്യം ലഭിക്കുക. അത് അവരെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിളിച്ച് വരുത്തുന്ന പോലീസുകാർക്ക് തന്നെ അവരെ ഒപ്പുവാങ്ങി ആരെങ്കിലും ആൾജാമ്യത്തിൽ പുറത്തുവിടാവുന്നതാണ്, കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം എന്നുള്ള വ്യവസ്ഥയിൽ. എന്നാൽ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ അത്തരം കുറ്റകൃത്യങ്ങൾ കുറച്ചും കൂടി ഗൗരവ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാകുമ്പോൾ നോൺ ബെയിലബിളാണ്. ജാമ്യം ലഭിച്ചുകൂടാത്ത കുറ്റകൃത്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ജാമ്യം ഒരിക്കലും ലഭിക്കാത്ത കുറ്റകൃത്യം എന്ന് പറയാൻ പറ്റില്ല. അത് അത്തരം കുറ്റകൃത്യങ്ങളിൽ മജിസ്ട്രേറ്റുമാരുടെ വിവേചനാധികാരത്തിലാണത്. മജിസ്ട്രേറ്റുമാർക്ക് അതിൻ്റെ കുറ്റകൃത്യങ്ങളുടെ ഗ്രാവിറ്റി അനുസരിച്ച് അത് വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഈ പ്രതിയുടെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല ഹിസ്റ്ററി, കുറ്റകൃത്യങ്ങൾ ചരിത്രം അനുസരിച്ചിട്ട് അദ്ദേഹം തെളിവുകൾ നശിപ്പിക്കുമോ എന്നുള്ള സാഹചര്യം പരിഗണിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം നാട് വിട്ട് കളയുമോ എന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ജാമ്യം നിഷേധിക്കാം. സാധാരണ നിലക്ക് മജിസ്ട്രേറ്റുമാരെ അത്തരം കേസുകളിൽ വിവേചനാധികാരമുണ്ടെങ്കിൽ പോലും ജാമ്യം നൽകാൻ തയ്യാറാവുകയില്ല. പിന്നീട് മേൽക്കോടതിയിൽ, ജില്ലാ സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ടാണ് അവർ ജാമ്യം വാങ്ങുക. അപ്പോൾ അതിന് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ്. ചില നാട് വിട്ടു പോകരുത്, പാസ്പോർട്ട് കസ്റ്റഡിയിൽ നൽകണം, കോടതിയിൽ ഡിപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര തുക കെട്ടിവെക്കണം, അല്ലെങ്കിൽ വാലിഡായിട്ടുള്ള സോൾവൻ്റ് ആയിട്ടുള്ള ജാമ്യക്കാരെ ഹാജരാക്കണം എന്നിങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇന്ന ജില്ലയിൽ പ്രവേശിക്കരുത്, ഈ രീതിയിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ജാമ്യം നൽകുക. അവരെ ജാമ്യം നൽകി എന്നുള്ളതുകൊണ്ട് അവർ കേസിൽ നിന്നും വിടില്ല. അവർ പിന്നീട് അവർ നല്ല നടപ്പിന്, വ്യവസ്ഥകൾ ലംഘിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത്തരം നൽകിയ ജാമ്യം ക്യാൻസൽ ചെയ്യാനും കോടതിക്ക് അധികാരമുണ്ട്. അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയാൽ അത് വെച്ച് ജാമ്യം റദ്ദാക്കുകയും ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ജാമ്യം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ എല്ലാ തരത്തിലും സ്വതന്ത്രനായി എന്ന് പറയാൻ പറ്റില്ല. അയാൾ ജാമ്യത്തിൽ വിട്ടതുകൊണ്ട് പിന്നീട് അയാൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിനനുസരിച്ച് വിചാരണയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. എന്നാൽ ജാമ്യത്തിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുവെ
കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള, കുറ്റവാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ചുള്ള ഒരു മുൻവിധിയാണ്. എല്ലാവരും ഇന്നസെൻ്റ് ആണ് എന്നാണ്. ഓൾ ആർ പ്രിസീം ടു ബി ഇന്നസെൻറ്റ്. എല്ലാവരും നിരപരാധികളാണ്, അയാൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടുന്നത് വരെ. അപ്പോൾ അതുകൊണ്ട് തെളിയിക്കപ്പെടാത്തിടത്തോളം അയാളെ ശിക്ഷണ നടപടി പോലെ ജയിലിലിടാൻ പാടില്ല. അതുകൊണ്ട് ബെയിൽ ഈസ് ദി റൂൾ എന്ന് സുപ്രീം കോടതി പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്നിടത്തോളം റീസണബിളായിട്ടുള്ള ഗ്രൗണ്ടിൽ പ്രതികൾക്ക് ജാമ്യം നൽകണം എന്നാണ് കോടതികളുടെ പൊതു സമീപനം. എന്നാൽ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഇപ്പോഴും ജാമ്യം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ട്. ധാരാളം പേർ ജാമ്യം ലഭിക്കാത്ത, പ്രത്യേകിച്ച് ഭീകരവാദ കേസ് കുറ്റകൃത്യങ്ങളൊക്കെ ആരോപിക്കപ്പെട്ട ഒരുപാട് പേർ ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ ജയിലുകളിലുണ്ട്. മറ്റൊരു സംഗതി ജാമ്യവുമായി ബന്ധം മുൻകൂർ ജാമ്യമാണ്. മുൻകൂർ ജാമ്യത്തിനും വ്യവസ്ഥയുണ്ട്. ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള സംശയം അല്ലെങ്കിൽ ഭീതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യാജമായ കേസിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു ആരുടെയെങ്കിലും വിരോധത്താൽ ഒരു ജാമ്യമില്ലാ കുറ്റം ചുമത്തി ഒരു കേസ് ഒരാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു ഭയം ഒരാൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജില്ലാ സെഷൻസ് കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് തേടുകയും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് അത് സംബന്ധിച്ച വിധി പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇതാണ് ജാമ്യം സംബന്ധിച്ച കാര്യങ്ങളുടെ ഒരു പ്രാഥമികമായ വിവരണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.